പുതിയതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളെ ഗെയിമിലേക്ക് ലംബോർഗിനി സിയാൻ കാർ ആഡ് ആയിരിക്കണം. അപ്പൊ അപ്ഡേറ്റ് ചെയ്യാത്തില്ല, അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ ഗെയിമിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലൂടെ കൊടുക്കും. അപ്ഡേറ്റ് നല്ല നൈറ്റ് 7 ഇപ്പൊ വന്നിരിക്കണം. അപ്പൊ അപ്ഡേറ്റ് ചെയ്യാത്തുള്ള ചെയ്യാം. അപ്പൊ തന്നെ ഞാൻ ടെലിഗ്രാമിൽ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ടെലിഗ്രാം ഒക്കെ ഫോളോ ചെയ്യാത്ത ടെലിഗ്രാം ഫോളോ ചെയ്യാം. അപ്പൊ അതിൽ ഫോളോ ചെയ്തവർക്ക് അപ്പൊ തന്നെ കിട്ടും ചെയ്തതാണ്. അപ്പൊ കുറെ ആൾക്കാർ അതിൽ കണ്ടും ചെയ്തേക്കണേ. അപ്പൊ ഇതെങ്ങനെ എടുക്കല് ഞാൻ പറയുന്നത് ചിപ്പ് കോഡൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മാത്രം മനസ്സിലാവും. അപ്പൊ ഇതിന്റെ ചിപ്പ് കോഡ് 2189 കോൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നേക്കാം. അപ്പൊ ഇതാണ് ലംബോർഗിനി സിയാൻ കാർ വരുന്നത്. അപ്പൊ ഇതിന്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നേക്കാം. അപ്പൊ നമ്മളെ കളർ ചേഞ്ച് ചെയ്ത് കാണിച്ചു. അപ്പൊ മൊബൈൽ ഫോണിൽ തന്നെ എല്ലാ കളറും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മളെ സാധാരണ കാർ അതേപോലെ ആർഡിഎക്സ് കളർ ആക്കുമ്പോൾ അടിപൊളി കളറാണ് വരും. നമ്മളെ ഗെയിമിലേക്ക് ഇതൊരു കാറിന് വരാത്തൊരു കളറാണ് നമ്മളെ ഗെയിമിലേക്ക് വരുന്നത്. എനിക്ക് എന്തായാലും ഇത് കളർ നല്ല ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഒരു മിന്നി കത്തുന്ന കളർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും നല്ല ഇഷ്ടപ്പെടുന്നേക്കാരം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾക്കും നല്ല ഇഷ്ടപ്പെടുന്നേക്കാരം. അപ്പൊ നിങ്ങൾ അഭിപ്രായം കമന്റ് മാർക്ക് ചെയ്ത്. അപ്പൊ ഞാൻ ഒന്നുകൂടെ വിളിച്ചാണ് കളർ ചേഞ്ച് ചെയ്ത് കാണിച്ചാൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് നമ്മളെ ഗെയിമിലേക്ക് ഇതുവരെ വന്നിട്ടില്ലാത്തൊരു കളറാണ് ഇത് വരുന്നത്. അപ്പൊ ഞാൻ ഓട്ടി കാണിച്ചിട്ട് ആദ്യമായിട്ട് ഒരു വണ്ടിയിലേക്ക് കാണാം. അപ്പൊ മുൻവ്യൂ ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പൊ ഇതാണ് നമുക്ക് മുൻവ്യൂ വരുന്നത്. അടിപൊളിയാണ് മുൻവ്യൂ വരുന്നത്. നമ്മൾ ലംബോർഗിനി കാറിന് അധികം ഇതാണ് മുൻവ്യൂ വരുന്നത്. അപ്പൊ ഇനി വരുന്ന കാറിനൊക്കെ ഇങ്ങനത്തെ തോന്നുന്നു മുൻവ്യൂ വരുന്നത്. അപ്പൊ ഇതാണ് കാറ് വരുന്നത്. അപ്പൊ ഞാൻ കാറിനെ പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടേനി, നാളെ ഇടേനി. അപ്പൊ ഇന്ന് അപ്ഡേറ്റ് വന്നോണ്ട് ഇപ്പൊ എനിക്ക് നാളെ ഇടാൻ പറ്റില്ല. അപ്പൊ അപ്ഡേറ്റ് വീഡിയോയിൽ ഞാൻ കുറെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. സബ്സ്ക്രൈബർ കമന്റ് ചെയ്ത് അപ്ഡേറ്റിലേക്ക് വരാനുള്ളതൊക്കെ പറഞ്ഞു തരാം. അപ്പൊ അതിനായിട്ട് വീഡിയോ ഒക്കെ നമ്മൾ റെഡി ആക്കി വെച്ചതല്ല. അപ്പൊ അന്ന് അപ്ഡേറ്റ് വന്നോണ്ട് ഇനിയിപ്പോ ആ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചു. അപ്പൊ അപ്ഡേറ്റിന്റെ വീഡിയോ ഇടേനി. അപ്പൊ അതിൽ കുറെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു തന്നെ അപ്ഡേറ്റിലേക്ക് വരാനുള്ളത്. അപ്പൊ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഈ ഗെയിമിലേക്ക് വന്നിട്ട് ആ ഗെയിമിൽ ഞാൻ പറഞ്ഞ് അടിപൊളി ലംബോർഗിനി കാറാണ്. ലംബോർഗിനി കാർ നമ്മൾ ശരിക്കും നമ്മളെ കാർ ഓട്ടണമായല്ല, നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് നമ്മളെ വണ്ടി തന്നെ കിട്ടും. നമ്മളെ വളക്കുമ്പോഴും തിരിച്ചുമ്പോഴൊക്കെ നമ്മളെ സാധാ വണ്ടി ഓടിച്ചണ മായത്തല്ല നമുക്ക് ഈ വണ്ടി കിട്ടുന്ന അടിപൊളി വണ്ടിയാണ്. അപ്പൊ ഇതാണ് നമുക്ക് ലംബോർഗിനി കാർ വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താഴെ കമന്റ് മാർക്ക്. നമ്മൾ കളറൊക്കെ ചേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏത് കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താഴെ കമന്റ് മാർക്ക്. നിങ്ങൾ റെഡ് ആയിട്ട് കമന്റ് ചെയ്ത് നിങ്ങൾക്ക് ഏത് കളർ ഇഷ്ടപ്പെട്ട അത് താഴെ കമന്റ് ചെയ്തിരിക്കലും മാർക്ക് ചെയ്ത്. അതേപോലെ തന്നെ നമ്മളെ ഗെയിമിലേക്ക് ഇത് മാത്രമല്ല, നമ്മളെ സൂപ്പർമാന്റെ ഒരു പവർ നമ്മളെ ഗെയിമിലേക്ക് കിട്ടിയിരുന്നു. സൂപ്പർമാന്റെ സ്പൈഡർമാന്റെ ഏതെങ്കിലും ഒരു പവർ നമുക്ക് കിട്ടി. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരെ ഇൻഫിലത്ത് ഓൺ ആക്കണം. ഇൻഫിലത്ത് ഓൺ ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് നേരെ 12:16 കോൾ ചെയ്യും. അപ്പൊ നമുക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇങ്ങനെയാണ് കെട്ടലെന്ന് പറഞ്ഞത്. അപ്പൊ ചീപ്പ് കോഡ് എല്ലാവരും അടിച്ചാൽ ഇതാരും നമുക്ക് ജമ്പ് ചെയ്യുമ്പോൾ നമ്മളെ സൂപ്പർമാന്റെ പവർ കിട്ടും. അപ്പൊ സൂപ്പർമാൻ എങ്ങനെ അതേപോലെ തന്നെ നമ്മൾ അടിക്ക് എത്തുമ്പോൾ അതേപോലെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തത്. അപ്പൊ ഇതങ്ങനെ സൂപ്പർമാൻ ഉണ്ടല്ലേ അതേപോലെ തന്നെ കിട്ടുകയും ചെയ്തത്. അപ്പൊ ഇത് നമ്മുടെ അപ്ഡേറ്റിലേക്ക് വന്നൊരു ഫീച്ചറാണ്. ഇനി ബഗ് ആണെന്നൊന്നും അറിയില്ല. ഡെവലപ്പർ നമുക്ക് മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല. അപ്പൊ മെസ്സേജ് അയച്ചാൽ മാത്രമേ നമുക്ക് കൺഫേം ആകാൻ പറ്റുള്ളൂ. ഇനി ബഗ് ആണോ ഇനി അങ്ങനത്തെ ഒരു ആക്കിയതാണെന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാത്ത ഒരു ബഗ് ആണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇനി നമ്മളെ ഗെയിമിലേക്ക് വന്നിട്ടാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത്. അപ്പൊ ബഗ് ആണ് നമ്മളെ ഗെയിമിലേക്ക് ഒരു അപ്ഡേറ്റ് കൂടെ വന്നാണ് പോക്കണേക്കര. അപ്പൊ അതിനെക്കാട്ടി മാക്സിമം നിങ്ങൾ എൻജോയ് ചെയ്യേണ്ടത്. അപ്ഡേറ്റ് വരുന്നതിനെക്കാട്ടി മുന്നേ നമ്മൾ മാക്സിമം എടുത്താണ് എൻജോയ് ചെയ്യേണ്ടത്. അതാണ് ഞാൻ നേരത്തെ വീഡിയോ ഇടുന്നത്, രാവിലെ തന്നെ വീഡിയോ ഇടുന്നത്. അതാണ് ഇപ്പൊ നമ്മൾ ഫൈറ്റ് ചെയ്ത് തൂറ്റിപ്പോണത്. നമ്മൾ ഫൈറ്റ് ചെയ്തപ്പോൾ തൂറ്റിപ്പോയി. അപ്പൊ നമ്മൾ ഇൻഫിലത്ത് ഓൺ ആക്കിയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. 12:16 കോഡ് നെക്കിയാൽ ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ നമ്മൾ തൂറ്റിപ്പോണം. അതേപോലെ കാർ ആദ്യത്തെ പോലത്തെ ഫൈറ്റ് ചെയ്യുന്നത് ഇതൊക്കെ മാറ്റിയിട്ട്. അപ്പൊ ഞാൻ ആ അപ്ഡേറ്റിൽ വീഡിയോ പറഞ്ഞു അതിന്റെ മുന്നായിട്ട് അപ്ഡേറ്റ് വന്നേ. അപ്പൊ ഇതാണ് ഫൈറ്റ് സീനൊക്കെ മാറ്റിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് ആദ്യത്തെ ഫൈറ്റ് സീൻ സ്ക്രീനിൽ കാണാം. അപ്പൊ ഇപ്പോഴത്തെ ഫൈറ്റ് സീൻ ആദ്യത്തെ ഫൈറ്റ് സീന് വ്യത്യാസമുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ പഴയ ഒരു ക്യാരക്ടർ നമ്മൾ പുതിയ ക്യാരക്ടർ ഇങ്ങനെ വരുമോ എന്നൊക്കെ നോക്കാൻ വേണ്ടി പുതിയ അപ്ഡേറ്റിലേക്ക് വന്നൊരു ക്യാരക്ടറാണ്. അപ്പൊ നമ്മൾ നേരെ 0.0.5 നെക്കി. അപ്പൊ ഇതാണ് നമ്മളെ ഫൈറ്റ് സീന്റെ ചിപ്പ് കോഡ് നോക്കാൻ പറ്റും. ഇതിൽ വർക്കാവും നോക്കാം. അപ്പൊ നമ്മൾ എത്ര ഫൈറ്റ് ചെയ്തത് ഇതിന് കൊള്ളുന്നില്ല. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കൂടെ പോകുന്നല്ല ഇതിന് കൊള്ളുന്നില്ല. അപ്പൊ ഇനി ഇതിന്റെ ബഗ് ആണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ കുറെ ഫൈറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ഫൈറ്റ് ചെയ്തിട്ട് എന്താവുന്നത്. അപ്പൊ നമുക്ക് നേരെ 12:16 ചിപ്പ് കോഡ് അടിച്ചു നോക്കാം. അപ്പൊ എന്നാൽ അതെങ്കിലും ആയിരിക്കും വർക്കാവും നമുക്ക് നോക്കാം. അങ്ങനെ ഞാൻ അതും അടിച്ചിട്ട്. അപ്പൊ നമുക്ക് നേരെ ഫൈറ്റ് ചെയ്ത് നോക്കാം. ഇനി എന്ത് സംഭവിക്കുന്നൊന്നും അറിയില്ല. നമുക്ക് ഫൈറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഫൈറ്റ് ചെയ്തിട്ട് നമുക്കൊന്നും ശ്രമിക്കില്ല. ഒന്നെങ്കിലും ഡെഡ് ആവേണ്ടി അല്ലെ നമ്മൾ അറ്റാക്ക് ചെയ്യേണ്ടത്. ഇത് രണ്ടും നടക്കില്ല. നമ്മൾ ഫൈറ്റ് ചെയ്തിട്ട് കൊള്ളണം കൂടില്ല. അപ്പൊ നമുക്ക് നേരെ വേറെ ക്യാരക്ടർ ഉണ്ടാ നോക്കാം. അപ്പൊ ഇത് ക്യാരക്ടറിനെ ഫൈറ്റ് ചെയ്തിട്ട് കൊള്ളാത്തതാണ്. ഇനി വേറെ ക്യാരക്ടറിന്റെ കുഴപ്പമാണെന്ന് നമുക്ക് നോക്കാൻ പറ്റൂല. അപ്പൊ നമുക്ക് നേരെ ജമ്പ് ചെയ്ത് നോക്കാം. ജമ്പ് ചെയ്താൽ എന്ത് കുഴപ്പമില്ല. നമുക്ക് ജമ്പ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അല്ലെങ്കിൽ നമ്മൾ ജമ്പ് ചെയ്തിട്ട് നമുക്കൊരു കുഴപ്പമില്ല. നമ്മൾ ജമ്പ് ചെയ്തിട്ട് മറ്റേ ഫൈറ്റ് ചെയ്തിട്ട് മാത്രമേ കുഴപ്പമുള്ളൂ. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ നിങ്ങൾ എപ്പോഴും താഴെ കമന്റ് ആയിരിക്കും മാർക്ക്. നിങ്ങൾക്ക് മനസ്സിലായ താഴെ കമന്റ് ചെയ്തതിന് ബഗ് മൂലാണോ എനിക്കറിയില്ല. ഈ ക്യാരക്ടറിനെ കിട്ടാത്തതാണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ നമുക്ക് ഫ്രാങ്കിലിനെ കിട്ടിയിരുന്നു, പക്ഷെ ഈ ക്യാരക്ടറിനെ കിട്ടിയില്ല. ഇനി എന്താണെന്നല്ല. അപ്പൊ നമ്മൾ അടുത്ത ഒരു ക്യാരക്ടറിനെ എടുത്തിട്ട് അപ്പൊ ഈ ക്യാരക്ടറിനെ ഫൈറ്റ് ഇതിനും കൊള്ളണില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ക്യാരക്ടറിനെ കിട്ടാം. നമ്മളെ ഫ്രാങ്കിലിനെ കിട്ടിയ പക്ഷെ ഈ ക്യാരക്ടറിനെ കിട്ടിയില്ല എന്ന് തോന്നുന്നത്. അപ്പൊ അത് എനിക്ക് തോന്നുന്നത് ബഗ് മൂലം വരുന്നുണ്ട്. എല്ലാത്തിനും വേണ്ടിയതാണ്. അപ്പൊ നിങ്ങൾ ഗെയിമിൽ ആഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന്. അപ്പൊ നമ്മൾ ഒന്നുകൂടി ജമ്പ് ചെയ്ത് നോക്കണം. അപ്പൊ ജമ്പ് ചെയ്ത് നമ്മൾക്ക് മൊബൈൽ ഫോണൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്നേക്കാം. അപ്പൊ ഒരു വണ്ടി വിളിച്ച് അടി വിളിച്ച് കാണിച്ചത്.
വണ്ടിയൊക്കെ നമുക്ക് സ്പോൺ ചെയ്യണേക്കാരം നമ്മളെ മൊബൈൽ ഫോൺ പൊന്തി നിൽക്കുമ്പോൾ എയറിൽ നിൽക്കുമ്പോൾ നമുക്ക് മൊബൈൽ ഫോണൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്നേക്കാരം. അപ്പൊ നമുക്ക് നേരെ ഈ പൊന്തണ ഓപ്ഷൻ നമുക്ക് ഓഫ് ആക്കാൻ പോകണം. 12:16 കോൾ ചെയ്യുമ്പോൾ പൊന്താണ്. അപ്പൊ നമ്മൾ ഒന്നുകൂടെ പൊന്തിന്. അപ്പൊ ഇതിൽ എന്തായാലും ഡെഡ് ആവണേക്കാരം. നമ്മൾ ഇൻഫിലത്ത് എന്തായാലും ഓൺ ആക്കിയിട്ടില്ല, അതാണ് എനിക്ക് ഷുവർ ആണ് നമ്മൾ ഡെഡ് ആവണേക്കാരം. അപ്പൊ നമുക്ക് നേരെ അടിക്ക് എത്തി നോക്കാം. നമ്മൾ ഇൻഫിലത്ത് ഓൺ ആക്കിയാൽ നമുക്ക് ഷുവർ ആയിട്ട് പറയാൻ പറ്റും. ഇനി എന്താ നമുക്ക് കണ്ടറിയാം. അതേപോലെ തന്നെ നമ്മൾ ഡെഡ് ആയിക്കണം. അപ്പൊ ഇൻഫിലത്ത് ഓൺ ആക്കിയിട്ടില്ലാത്തതുകൊണ്ട്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോനെ കുറിച്ചുള്ള എന്തായാലും കമന്റ് ആയിട്ട് മറക്കും. ഈ അപ്ഡേറ്റിലേക്ക് എന്താ കാർ ഇഷ്ടപ്പെട്ട, ഈ അപ്ഡേറ്റിലേക്ക് ഓരോ സാധനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമന്റ് ആയിട്ട് മറക്കുന്നത്. നെക്സ്റ്റ് അല്ല വീഡിയോ ബൈ.